നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് ദശയെക്കുറിച്ചാണ്, വിംശോത്തരി നക്ഷത്ര ദശയെക്കുറിച്ചാണ്. അതിൻ്റെ ആദ്യം കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം പിന്നീട് ദശയെ എങ്ങനെയൊക്കെയാണ് തിരിക്കുന്നത് എന്നൊക്കെയുള്ളതിനെ കുറിച്ച് പഠിച്ചു. അത് തരുന്ന കുറേയൊക്കെ ഫലങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനിയും നമ്മൾ ദശ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കാരണം സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ, ജ്യോതിഷമൊക്കെ പ്രൊഫഷനായിട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ലാതെ പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ ചില അനുഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് കോൺഫിഡൻസ് തരും. അതായത് ഇപ്പം ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഈ ശരിയാണോ, ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ളത്. അപ്പം അറിവുകളുടെയും അനുഭവങ്ങളുടെയും ഒരു കുറവാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്പിൾ ട്രിക്സും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു ദശ ഇങ്ങനെ സംഭവിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വരുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ദശയുടെയൊക്കെ പാരാമീറ്ററുകൾ ശ്രദ്ധിക്കുമ്പോഴേ ശരിക്കും ഈ റെട്രോഗ്രേഡ് പ്ലാനറ്റ്സ്, അതായത് വക്രഗ്രഹങ്ങൾ തരുന്ന അനുഭവങ്ങളെക്കുറിച്ച് കുറച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കണം. എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാലും, സൂര്യചന്ദ്രന്മാർക്ക് ആത്മാവിൻ്റെ കാരകനായിട്ടുള്ള സൂര്യനും മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനും റെട്രോഗ്രേഡ് ഇല്ല എന്നുള്ളത് അറിയാമല്ലോ. എന്നാൽ പഞ്ചതാരാഗ്രഹങ്ങൾക്ക് റെട്രോഗ്രേഡ് ഉണ്ട്. അങ്ങനെ റെട്രോഗ്രേഡ് പ്ലാനറ്റ്സ് തരുന്ന ചില അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കണം. വളരെ കൗതുകമുള്ളൊരു കാര്യം പറയാം. ഈ റെട്രോഗ്രേഡ് പ്ലാനറ്റ്സിനെ കുറിച്ച് ഗ്രന്ഥങ്ങളിൽ തന്നെ ആചാര്യന്മാർ തമ്മിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഒരു ഗ്രന്ഥത്തിൽ പറയുകയാണ് റെട്രോഗ്രേഡ് പ്ലാനറ്റ്സ് വളരെ പവർഫുള്ളാണ്, അത് നല്ല ഫലം തരും. എന്നാൽ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു റെട്രോഗ്രേഡ് പ്ലാനറ്റ്സ്, അതായത് വക്രഗ്രഹങ്ങൾ അത്ര നല്ല ഫലമല്ല, നിൽക്കുന്ന രാശിയിലാണ് ഫലം നൽകുന്നത്, തൊട്ടുപുറയിലത്തെ രാശിയിലാണ് ഫലം നൽകുന്നത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഇപ്പോൾ ദശ തന്നെയാണെങ്കിലും സാധാരണ എല്ലാ ഗ്രഹങ്ങൾക്കും ആദ്യ ദ്രേക്കാണത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു രാശിയിൽ ആദ്യ ദ്രേക്കാണത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് ദശയുടെ ആദ്യ ഭാഗത്തായിരിക്കും ഫലം കിട്ടുന്നത്. അല്ലെങ്കിൽ രണ്ടാം ദ്രേക്കാണത്തിൽ നിന്നാൽ ദശയുടെ മധ്യഭാഗത്താണെന്നും മൂന്നാം ദ്രേക്കാണത്തിൽ നിന്നാൽ ദശയുടെ അവസാന ഭാഗത്താണ്. ഉദാഹരണത്തിനൊരു ഗ്രഹം, ഇപ്പോൾ ശനിയും ഒരു രാശിയിൽ ആദ്യത്തെ 10 ഡിഗ്രിക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ ദശയുടെ ആദ്യത്തെ ഭാഗത്തും, 10 മുതൽ 20 ഡിഗ്രിക്കുള്ളിലാണെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തുനിന്നും, 20 മുതൽ 30 ഡിഗ്രിക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഭാഗത്താണെന്നുള്ളതും ആണ് പറയുന്നത്. ഒരുപക്ഷെ ഒരു പരിധിവരെ അത് അനുഭവത്തിലുമുള്ളതാണ്. എന്നാൽ റെട്രോഗ്രേഡ് പ്ലാനറ്റ്സിന് നേരെ തിരിഞ്ഞു. ഒരു പ്ലാനറ്റ് വക്രമായിട്ട് ആദ്യത്തെ 10 ഡിഗ്രിക്കുള്ളിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ ഗ്രഹം അതിൻ്റെ അവസാന ഭാഗത്തെ ഫലം തരുള്ളൂ എന്നുള്ളൊരു കുറേ ആശയങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. റെട്രോഗ്രേഡ് പ്ലാനറ്റ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒരു വലിയൊരു സെഷൻ തന്നെ എടുക്കണം എന്നുള്ളതാണ്. പക്ഷേ റെട്രോഗ്രേഡ് പ്ലാനറ്റുകളും ജന്മനാ റെട്രോഗ്രേഡായിട്ട് പോകുന്ന വക്രമായിട്ട് പോകുന്ന രാഹുകേതുക്കളും പെൻഡിങ് കർമാസിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോണം. അതേത് ഗ്രഹമായാലും ഏത് ഭാവത്തിൽ നിൽക്കുന്നോ ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഗുണമായിട്ടോ ദോഷമായിട്ടോ കർമ്മഫലം അനുസരിച്ച് ഉറപ്പായിട്ടും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിലുള്ള ഫലങ്ങൾ തരും. ഉദാഹരണത്തിന് വ്യാഴം ആണെങ്കിൽ അത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഭാവത്തിൽ റെട്രോഗ്രേഡ് ആണെങ്കിൽ, ഉദാഹരണത്തിന് 10ാം ഭാവത്തിലാണെങ്കിൽ നമ്മൾ ആ 10ാം ഭാവത്തിൽ നിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരകത്വവും അത് നിൽക്കുന്ന നക്ഷത്രാധിപൻ്റെ കാരകത്വവും അതുപോലെ തന്നെ അതുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കാരകത്വവുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നമ്മൾ എത്ര ഒഴിഞ്ഞു മാറിയാലും കാലം നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കും. നമ്മൾ പറയില്ലേ, നമുക്കറിയില്ല അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്, പക്ഷെ അത് സംഭവിച്ചു എന്ന് പറയില്ലേ. അപ്പം അത് സംഭവിക്കും. അത് റെട്രോഗ്രേഡ് പ്ലാനറ്റ്സിന്, പ്രത്യേകിച്ച് ശനി ഒക്കെ റെട്രോഗ്രേഡ്, 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശനി റെട്രോഗ്രേഡ് ആയാൽ അവരുടെ ജാതകം എടുത്തൊന്ന് പരിശോധിക്കണം. ശനിയുടെ ദശ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാരകത്വ വിഷയങ്ങളിൽ അവർ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും
പഠനവിധേയമാക്കാൻ വിട്ടുതരുന്നു. ഇറ്റ്സ് പ്യൂർലി എ കാർമിക് കണക്ഷനാണ് ശനി 7ാം ഭാവത്തിൽ റെട്രോഗ്രേഡ് ആയിട്ട് വരുന്നത്. അതുപോലെ ഓരോ ഗ്രഹത്തിൻ്റെയും ദശ നടക്കുമ്പം അതാത് ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വേണം പരിഹാരങ്ങൾ ചെയ്യാനും നമ്മുടെ പ്രവൃത്തി. ഉദാഹരണത്തിന് ജൂപ്പിറ്ററിന്റെ ദശ നടന്നെന്ന് വെച്ചു. ജൂപ്പിറ്ററിന്റെ ദശയിൽ നമ്മുടെ ട്രിക്സോ ടെക്നിക്സോ കൊണ്ടൊന്നും വിജയിക്കില്ല. ധർമ്മവും ഹാർഡ് വർക്കും കൊണ്ടും മൊറാലിറ്റി കൊണ്ടും മാത്രമേ അതിഭീകരമായിട്ടുള്ള, അതായത് ഒരു വലിയ ചിന്താധാരയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് വിജയ് മല്യ എന്ന് പറയുന്ന ഒരു സമ്പന്നനെ കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. വിജയ് മല്യയുടെ ജാതകത്തിൽ വ്യാഴം റെട്രോഗ്രേഡ് ആയിരുന്നു. വിജയ് മല്യയുടെ ജാതകത്തിൽ വ്യാഴം റെട്രോഗ്രേഡ് ആയതിന്റെ ഗുണാനുഭവങ്ങൾ അദ്ദേഹത്തിന് കിട്ടുകയും പക്ഷെ വ്യാഴത്തിന്റെ ദശയുടെ സെക്കൻഡ് ഹാഫിൽ തകർന്നടിയുകയും ചെയ്തപ്പം ആ വ്യാഴത്തിന്റെ കാരകത്വമായിട്ടുള്ള വിഷയത്തിനനുസരിച്ച് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ഏതുപോലെയാണോ വ്യാഴം നശിപ്പിക്കുന്നത് എന്നുള്ളതും കൂടി പഠിക്കാൻ അദ്ദേഹത്തിന്റെ ജാതകം വളരെ ഉപയോഗവുമാണ്. അതുപോലെ തന്നെ ഭാവാധിപത്യം അനുസരിച്ച് ദശ, ലഗ്നാധിപന്റെ ശത്രുഗ്രഹം വക്രമായി ലഗ്നത്തിൽ നിന്നാൽ അദ്ദേഹത്തിന് ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി എന്ന് പറയുന്ന ആ പ്രമാണം അനുസരിച്ച് ഉള്ള വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ദശയിൽ വരും. നെഗറ്റീവായിട്ട് തന്നെ അത് വരും. അതുപോലെ തന്നെ സൂര്യൻ, അതേപോലെ കേതു ഒക്കെ 8ൽ നിന്ന് കഴിഞ്ഞാൽ ആ ദശയിൽ വളരെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവിൽ സൂര്യദശയിൽ സാറ്റേൻ്റെയും മാഴ്സിൻ്റെയും ഒക്കെ അപഹാരങ്ങൾ പൊതുവെ ദോഷമായിട്ടാണ് കണ്ടിട്ടുള്ളതും. സർജറി അല്ല ആക്സിഡൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചില ഉദാഹരണങ്ങളൂടെ പറയാം, എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയുണ്ടല്ലോ, കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ വളരെ ശക്തമായിട്ടുള്ള മെൻ്റൽ കോൺഫ്ലിക്റ്റുകളും ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും വരും. പ്രത്യേകിച്ച് ചൊവ്വ ദശയിൽ, കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ ചന്ദ്രൻ്റെയും ശനിയുടെയും അപഹാരമൊക്കെ വരുന്ന സമയത്ത്, ആ സമയത്ത് കണ്ടകശനിയും കൂടി അവർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 7.5 ശനിയും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായും വല്ലാട്ട് മെൻ്റൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. വലിയ ഡിപ്രഷനിൽ പോലുള്ള കാര്യങ്ങളിലേക്ക് പോയി ചാടുന്നതും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളിൽ എത്തിയിട്ട് അവർ ഡിപ്രസ്ഡായി പോകുന്നതും കണ്ടിട്ടുണ്ട്. അതേസമയത്ത് മകരത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശയിൽ ശനിയുടെ അപഹാരമൊക്കെ വരുന്ന സമയത്ത് വല്ലാണ്ട് പ്രഷർ കുക്കറിൻ്റെ നോസിൽ പൊട്ടുന്ന പോലെ തൊടുന്നതിന് പിടിക്കുന്നതിന് ദേഷ്യവും വഴക്കും കേസുകളും അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാകുന്നതായിട്ടുമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും ചേരാത്ത ഗ്രഹങ്ങൾ തമ്മിൽ വരുന്ന ദശാപഹാര കാലങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. അത് പോയിന്റ് ചെയ്യണം. ഉദാഹരണത്തിന് വ്യാഴത്തിൻ്റെ ദശയിലെ ശുക്രൻ്റെ അപഹാരം വലിയ മോശമായിരിക്കും. അതുപോലെ തന്നെ രാഹുർദശയിലെ കേതുർദശയിലെ രാഹുവിൻ്റെ അപഹാരം വളരെ മോശമായിരിക്കും. ഈ രാഹുവിൻ്റെ ദശയിലെ കേതുവിൻ്റെ ദശയിലെ രാഹു എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഡെസ്റ്റിനി പ്ലാനറ്റ്സ് ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ലൈഫിലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചിന് ഈ ദശയും അപഹാരവും കാണിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണം. മനസ്സിലായല്ലോ? അത് പഠിച്ചു വെച്ചോണം. രാഹുർദശയിലെ കേതുർദശയിലെ രാഹു, ഈ സമയത്ത് ഈ രാഹുകേതുക്കൾ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അധിപനോ രാഹുകേതുക്കൾക്കോ ശനിയുടെ സ്വാധീനവും കൂടെ വന്നാൽ, ശനി 7.5 ശനിയായിട്ടോ കണ്ടകശനിയായിട്ടോ ഇവർക്ക് വന്നാൽ, ചന്ദ്രനല്ല ഇവർക്ക് വന്നാൽ ബുദ്ധിമുട്ടായി വരികയും ചെയ്യും. ദശാനാഥന് ഏത് ഗ്രഹവുമായിക്കോട്ടെ, ദശാനാഥൻ ശനിയുടെ നക്ഷത്രത്തിൽ നിൽക്കുകയും ആ ശനി ഗോചരവശാൽ ആ ദശാനാഥന് 7.5 ശനിയോ കണ്ടകശനിയായിട്ടോ വരികയാണെങ്കിൽ ആ ദശ കുറേ കഷ്ടപ്പെടേണ്ടി വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. അപ്പം നമുക്ക് ഈ ദശയുടെ സബ്ജക്റ്റുകളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒന്നാമത്തേത്, ദശാനാഥൻ ആരോടൊപ്പമാണോ യോഗം ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ഭാവാധിപത്യമാണോ, ആരുടെ ഏത് ഭാവാധിപന്റെ നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലം അയാൾക്ക് ആ ദശയിൽ കിട്ടും. 1. നമ്പർ 2, റെട്രോഗ്രേഡ് പ്ലാനറ്റ്സുമായിട്ട് യോഗം ചെയ്യുകയോ റെട്രോഗ്രേഡ് പ്ലാനറ്റ്സ് ആണ് ദശ നടത്തുന്നത് എങ്കിൽ അവർക്ക് പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ ഈ ജന്മം തീർക്കാനുള്ളത് ഈ ദശയിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പ്രതീക്ഷയില്ല, ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും അത് ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും. രാഹുർദശ നടക്കുന്ന സമയത്ത് രാഹുവുമായിട്ട് യോഗം ചെയ്ത ഗ്രഹം, രാഹു നിൽക്കുന്ന നക്ഷത്രാധിപന്മാർ എന്നിവർ ജാതകത്തിൽ ബലമാണെങ്കിൽ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ലൈഫ് അവർക്ക് കിട്ടും.
അതുപോലെ തന്നെ ഏത് ഭാവത്തിലാണോ കേതു നിൽക്കുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുറേ മനസ്സിനുള്ള സന്തോഷക്കുറവും കേതുവിൻ്റെ ദശാകാലങ്ങളിൽ അപഹാരകാലങ്ങളിൽ ഉണ്ടാവും. ഏത് ഭാവത്തിൽ കേതു നിന്നാലും, ഇപ്പോൾ ഉദാഹരണത്തിന് 7ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് എങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള സ്വഭാവമായിരിക്കും. അത് ഈ കേതുർദശയുടെ തുടക്കകാലത്ത് വരികയും കേതുവിൽ രാഹുവിൻ്റെ അപഹാരം കഴിയുന്ന സമയത്ത് വേറൊരു സ്റ്റൈലിലേക്ക് ലൈഫ് പോവുകയും ചെയ്യും. 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ വീടുമായിട്ടോ വാഹനവുമായിട്ടോ അമ്മയുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷമങ്ങൾ ജീവിതത്തിൽ പൊതുവെ ഉണ്ടാകും. ഒരു മനസമാധാനക്കുറവ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കേതുവിൽ രാഹുവിൻ്റെ അപഹാരം വരുന്ന സമയത്ത് മാറ്റം വരികയും ചെയ്യും. 5ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രണയിച്ച് വിവാഹമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേതുവിൻ്റെ ദശ വരുന്നത് എങ്കിൽ കേതുർദശയിൽ ഒരു സ്പ്ലിറ്റിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്തിട്ട് ഒന്ന് നോക്കൂ, കറക്റ്റായിട്ട് വരും. ഒന്ന് എടുത്ത് പഠിച്ചു നോക്കൂ. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്താൽ ഈശ്വരൻ കാണിച്ചു തരും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വ്യാഴത്തിൻ്റെ വളരെ കടുത്ത ശത്രുഗ്രഹമാണ്. വ്യാഴത്തിന് ഒട്ടും ഇഷ്ടമല്ല ശുക്രനെ. കാരണം ശുക്രൻ ഭൗതികതയ്ക്ക് വേണ്ടി പൊരുതുമ്പം സ്വാർത്ഥതയോടുകൂടി എനിക്ക് എൻ്റേത് ഞാനെന്ന് പറഞ്ഞ് പൊരുതുമ്പം വ്യാഴം മൊറാലിറ്റിക്ക് വേണ്ടിയാണ്. സ്വാർത്ഥതയ്ക്ക് അപ്പുറമായിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പം ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ശുക്രൻ വ്യാഴത്തെ അക്സെപ്റ്റ് ചെയ്യും. ശുക്രൻ ഞാനിങ്ങനെ സൂചിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് നല്ലത് വരുന്ന എനിക്ക് ദോഷമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ വ്യാഴം ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. വ്യാഴം കുറച്ച് ഈഗോയും കൂടെ ഉള്ള ആളാണ്. ശുക്രനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൽ ശുക്രാപഹാരം വളരെ മോശമായിട്ടാണ് പലർക്കും അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ശനിയിലെ ചൊവ്വയുടെ അപഹാരം, ചൊവ്വയിൽ ശനിയുടെ അപഹാരം, ശനിയിൽ ചന്ദ്രാപഹാരം, ചന്ദ്രനിൽ ശനി അപഹാരം, ഇങ്ങനെയൊക്കെ വരുന്നതും ഇവർ ഗ്രഹനിലയിലും കൂടി 6 8ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. ഇവർ ഗ്രഹനിലയിൽ ബാധകാധിപനോ പാപഗ്രഹമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പലതരത്തിൽ ആ ഭാവാധിപത്യം അനുസരിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾ വരും. ഇത് യുക്തി അനുസരിച്ച് പറഞ്ഞുകൊള്ളണം. ഇപ്പോൾ ഉദാഹരണത്തിന് 5ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കുട്ടിയുടെ ജാതകമാണ് കിട്ടുന്നതെങ്കിൽ 5ൽ കേതു നിൽപ്പുണ്ട്, കേതുവിൽ രാഹുവിൻ്റെ അപഹാരമൊക്കെയാണ് നടക്കുന്നതെങ്കിൽ 5 വയസ്സുള്ള കുഞ്ഞിന് ആ ജാതകം എടുത്തിട്ട് പറഞ്ഞു കളയരുത് 5 വയസ്സുള്ള കുഞ്ഞിന് പ്രണയപരാജയത്തിന് സാധ്യതയുണ്ടെന്ന്. അത് ആ കുട്ടിയുടെ പ്രായവുമായിട്ട് നോക്കേണ്ടത് യുക്തിയാണ്. ആ വരുന്ന ജാതകൻ്റെ പ്രായം എന്താണെന്ന് നോക്കണം. അതിനാണല്ലോ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ബർത്ത് പ്ലേസും തരുന്നത്. അപ്പം അയാളുടെ ആ കാലഘട്ടത്തിൽ വിധി അയാളെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ നോക്കുന്നത് എന്നുള്ളത് കൊണ്ട് മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ആണ് ഈ 360 ഡിഗ്രി ഉള്ള ഈ രാശിചക്രത്തിൽ കിടക്കുന്നത്. അത് ഓർത്ത് വെച്ചോണം. അത് മൾട്ടി ഡയമെൻഷനലാണ്. അപ്പം നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ വളരെ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ആ പോയിന്റിലേക്ക് വരണം. ഇപ്പം 5ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ 5 വയസ്സുള്ള ഒരാൾ വരുന്നതും 10 വയസ്സുള്ള ഒരാൾ വരുന്നതും 15 വയസ്സുള്ള ഒരാൾ വരുന്നതും 25 വയസ്സുള്ള ഒരാൾ വരുന്നതും 40 വയസ്സുള്ള ഒരാൾ വരുന്നത് 65 വയസ്സുള്ള ഒരാൾ വരുന്നതും തമ്മിലും അയാളുടെ അപ്പോഴത്തെ ദശ എന്ത് സബ്ജക്റ്റിനെയാണ് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് കാണിക്കുന്നതെന്നും കൂടുള്ളത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ജ്യോതിഷികൾ ഫലം പറയാൻ. യുക്തി ഉപയോഗിക്കണം. അതുപോലെ സ്പിരിച്വൽ വൈബ്സ്, അതുപോലെ നമ്മൾ ഊഹാപോഹപടുക്കളായിരിക്കണം, സിദ്ധതന്ത്രജ്ഞനായിരിക്കണം, ഭക്തിയുള്ളവരായിരിക്കണം, തെളിഞ്ഞ മനസ്സുള്ളവരായിരിക്കണം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. തൽക്കാലം നമുക്ക് ദശയുടെ കാര്യങ്ങൾ ഇവിടെ വെച്ച് നിർത്താം. ഇനി മറ്റുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞു പോകുമ്പം ഈ ദശയുടെ തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ പറയാം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും കേരളത്തിലെ ജ്യോതിഷികൾ പലപ്പോഴും അവോയ്ഡ് ചെയ്ത് കളയുന്നതുമായിട്ടുള്ള വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും പൂർവ്വജന്മത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നതും ഈ ജന്മത്തിൽ അവരുടെ ഡെസ്റ്റിനി എന്താണെന്ന് കാണിച്ചു തരുന്നതും റെട്രോഗ്രേഡ് പ്ലാനറ്റ്സും രാഹുകേതുക്കളുമാണ്. അതും നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാം. അതും ശ്രദ്ധിച്ചു വേണം ഫലം പറയാൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.